അല്ല, കോടീശ്വരന്മാരാരാണ് എന്നുള്ളതൊക്കെ റിജിലിന് അറിയാവുന്ന അത്രയും എനിക്കറിയാൻ പാടില്ല. റിജിലിൻ്റെ നേതാക്കന്മാരെല്ലാം സ്വാഭാവികമായിട്ടും കോടീശ്വരന്മാരായതുകൊണ്ട് അതിൻ്റെ ഒരു മണമൊക്കെ ആയിട്ടാണ് റിജില് വളർന്നു വരുന്നതെന്നുള്ളതുകൊണ്ട് കാണുന്നവരെയൊക്കെ കോടീശ്വരന്മാരെന്നുള്ള നിലയിലൊക്കെ മുദ്ര കുത്തുന്നതിനൊന്നും തിരക്കേടൊന്നുമില്ല. അതാണ് ഞാനിപ്പോൾ അതിന് വേറെ മറുപടിയൊന്നും പറയാൻ തയ്യാറാകുന്നില്ല. ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന പരിപാടിയാണ് അദ്ദേഹം ആ കാര്യത്തിൽ എളമരം കരീമിനെ പറഞ്ഞത്. നേരത്തെ ഒരു പണിമുടക്ക്, ദേശീയ പണിമുടക്ക് സംയുക്തമായി നടത്തിയപ്പോൾ ആ പണിമുടക്ക് പ്രഖ്യാപിച്ച എളമരം കരീമിൻ്റെ കരണക്കുറ്റി അടിച്ച് ചോര വരുത്തണം എന്നാലേ അറിയുള്ളൂ എന്നുള്ള നിലയിൽ പറഞ്ഞ ഒരു മാധ്യമത്തെ വേണുവിന് അറിയാമല്ലോ. ഞാൻ അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അതൊക്കെ ഈ ആശാവർക്കർമാരുടെയൊക്കെ പ്രശ്നം പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ടുള്ള പണിമുടക്കായിരുന്നു, രാജ്യവ്യാപകമായി പണിമുടക്ക്. അത് കുറച്ചു പേര് മാത്രമുള്ളതല്ല, ഒരു കൂട്ടം ആളുകൾ മാത്രമല്ല, കുറേയും കൂടി വലിയ മോബ് നടത്തിയിട്ടുള്ള പണിമുടക്കിനെ ആക്ഷേപിച്ച ചരിത്രം മാധ്യമങ്ങൾക്കുള്ളതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക്, ഈ മക്കൂട്ടിയെ പോലുള്ള ആളുകൾ പറയുന്ന പ്രചരണങ്ങൾക്ക് വലിയ സാധൂകരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു മറുപടി എന്നെ ഇത് പ്രതീക്ഷിക്കേണ്ട. ഒന്ന്. രണ്ട്, പാട്ടപ്പിരിവും അതുപോലെ തന്നെ ബക്കറ്റ് പിരിവും ഒക്കെ നടത്തിയ നല്ല പരിചയമുള്ള ആളുകളാണ് ഞങ്ങൾ. വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പഠിപ്പിക്കേണ്ട. കരീം സാബ് അതുദ്ദേശിച്ചല്ല പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ വേണു, ഇതൊരു ജനാധിപത്യ സംവിധാനമല്ലേ? ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് നമ്മളൊരു മാനേജ്മെൻ്റ് ആണെങ്കിലും തൊഴിലുടമയാണെങ്കിലും ഒരു ഗവൺമെൻറ് ആണെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് റൈസ് ചെയ്താൽ, കൂലി വർധനവ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞ ഒരു ഡിസ്പ്യൂട്ട് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്പ്യൂട്ട് റൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചർച്ചയിൽ പങ്കെടുപ്പിക്കുക? INTUC, AITUC, BMSന് ചെറിയ സ്വാധീനമേ ഉള്ളൂ എന്നെനിക്ക് തോന്നുന്നു ആശാ വർക്കർമാരുടെ ഇടയിൽ. അവരുടെ സ്വാധീനം അത്രയും കണ്ടില്ല, ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. AITUC, STU തുടങ്ങിയിട്ടുള്ള സംഘടനകൾക്ക് ഈ ആശാ വർക്കർമാരുടെ സംഘടനയുണ്ട്, മെമ്പർഷിപ്പും ഉണ്ട്. ആ മെമ്പർഷിപ്പ് ഉള്ളവർ നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. DHSന്റെ മുമ്പിൽ മാത്രമല്ല, ജനുവരി 16-ാം തീയതി 8000 ആശാ വർക്കർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഓണറിയം വർദ്ധിപ്പിക്കണം, ശൈലി സർവേയിൽ OTP പിൻവലിക്കണം, മാനദണ്ഡങ്ങൾ ഇല്ലാതെ ഉപാധിരഹിതമായി അതിനു മുൻപൊരു കാര്യം ഇവിടെ ഇപ്പോ അങ്ങനെ ഞാൻ തടസ്സപ്പെടുത്തുകയല്ല, ശരിയല്ല ശ്രീ അതിലേക്ക് വരാം. പ്രശ്നം അവിടേക്ക് അല്ല, അതിന്റെ മെറിറ്റിലേക്ക് വരാം. അതിനു മുമ്പൊരു കാര്യം, ഇവിടെ ഒരു സെക്കൻഡ് സാർ, ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം അടിസ്ഥാന പ്രശ്നം ഈ പറയുന്ന പാട്ടപ്പിരിവ് എന്ന് പറയുക, അരാജക സമരം എന്ന് പറയുക, അതെന്ത് സമീപനമാണ്? പാട്ടപ്പിരിവ് എന്ന് പറയുക, അരാജക സമരം എന്ന് പറയുക, അതെന്തുകൊണ്ടാണത്? എന്ത് മാധ്യമ രീതിയാണത്? അല്ല വേണു, എന്ത് മാധ്യമ രീതിയാണത്? ഞാനൊരു കാര്യം പറഞ്ഞു വന്നതിന്മേ നിങ്ങൾ വേറെ ചോദ്യം വെച്ചിട്ട് അതിനെ മറക്കല്ലേ. ഞാൻ ആ പറഞ്ഞത് പൂർത്തീകരിക്കാൻ അനുവദിക്ക്. ശരി, അപ്പൊ എന്റെ വോയിസ് അങ്ങ് കട്ട് ചെയ്യാം. അങ്ങനെ തന്നെ കേട്ടോണ്ടിരിക്കുകയാണ്, വേഗം പൂർത്തിയാക്കിക്കോളൂ. അല്ല, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോളൂ. ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ സംഘടനകൾ സമരം ചെയ്തിട്ട് ഓണറിയം സംസ്ഥാന ഗവൺമെന്റ് പരിമിതിക്കകത്തുകൊണ്ട് ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്നൊരു ഗവൺമെന്റ് പൊസിഷൻ എടുത്താൽ, പിന്നെ അത്ര പോലും സ്ട്രെങ്ത് ഇല്ലാത്ത വേറൊരു യൂണിയൻ വന്ന് ഓണറിയം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഉടനെ ഗവൺമെന്റ് വാരികോരി കൊടുക്കും, അല്ലെങ്കിൽ ഓണറിയം വർദ്ധിപ്പിക്കും എന്നുള്ള നിലയിൽ വന്നു കഴിഞ്ഞാൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ട്രേഡ് യൂണിയനുകൾ, അംഗീകൃതമായിട്ടുള്ള ട്രേഡ് യൂണിയനുകൾ, മാസ് മെമ്പർഷിപ്പുള്ള ട്രേഡ് യൂണിയനുകളെ പെരുവഴിയിലാക്കിയിട്ട് വേറെ ആളുകളെ കൊണ്ടുപോകുന്ന രീതിയെ ജനാധിപത്യ സംവിധാനത്തിന് ആരെങ്കിലും അംഗീകരിക്കുമോ?